ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മാസം തോറും കൂടി വരുന്ന കറണ്ട് ബില്ല്. നമ്മൾ ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോഴുള്ള കറണ്ട് ബില്ലിൻ്റെ നേർപകുതിയാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നോൺ വെജ് കറികൾക്കുള്ള മസാലക്കൂട്ടിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ പെരിഞ്ജീരകം. മസാലയോടൊപ്പം കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഈ പെരിഞ്ജീരകം വെച്ചിട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ടിപ്സ് ചെയ്യാനായിട്ട് കുറച്ച് പെരിഞ്ജീരകം വേണം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പെരിഞ്ജീരകം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പക്ഷെ മിക്സിയുടെ ജാറിൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. എങ്കിലും എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പെരിഞ്ജീരകം പരമാവധി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തീരെ കുറച്ചായതുകൊണ്ടാണ് കേട്ടോ മിക്സിയിൽ പൊടിയാത്തത്. കുറച്ചധികം ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ നൈസ് പൊടി അരിച്ച് മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അസിഡിറ്റി, വയറുവേദന, പുളിച്ച് തികട്ടൽ ഇവയ്ക്കൊക്കെ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പെരിഞ്ജീരകം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിക്സിയിൽ പൊടിച്ചെടുത്ത പെരിഞ്ജീരകം നൈസ് പൊടിയും തരിതരിപ്പുള്ള പൊടിയായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മൺചരാതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പൊടിച്ച പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ നൈസായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പെരിഞ്ജീരകമാണ് കേട്ടോ ഇതിനായിട്ട് വേണ്ടത്. ഒരു കുഞ്ഞു കഷ്ണം കർപ്പൂരം കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം വേപ്പെണ്ണയോ നല്ലെണ്ണയോ ചെരാതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പെരിഞ്ജീരകം കൊണ്ടുള്ള നല്ലൊരു മോസ്കിറ്റോ റിപ്പല്ലൻ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ധ്യാസമയത്താണല്ലോ നമ്മുടെ വീടിനകത്ത് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത്. അതായത് സന്ധ്യ വീടിന് പുറത്തുള്ള കൊതുകെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ ആ സമയത്ത് ഇതൊരെണ്ണം ഉണ്ടാക്കി നമ്മുടെ സിറ്റ് ഔട്ടിലോ മുറിക്കകത്തോ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. പെരിഞ്ജീരകവും കർപ്പൂരവും ഒക്കെ നല്ലെണ്ണയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തെ കൊതുകെല്ലാം ഇല്ലാണ്ടാവുന്നത് നമുക്കറിയാൻ സാധിക്കും. ഒരൊറ്റ തവണ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഈ ടിപ്പ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഫ്രിഡ്ജില്ലാതെ നമുക്ക് ഒട്ടും തന്നെ പറ്റില്ല. പാകം ചെയ്ത ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പാല്, മുട്ട, ഇറച്ചി, മീൻ ഇവയൊക്കെ വാങ്ങി ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രിഡ്ജിലൂടെ കറണ്ട് നഷ്ടപ്പെടുന്നത് പല രീതിയിലാണ്. നല്ല ഫിറ്റായിട്ടുള്ള ഡോറാണ് ഫ്രിഡ്ജിനുള്ളതെങ്കിൽ കറണ്ട് നഷ്ടം വളരെയേറെ കുറയും. ഫ്രിഡ്ജിൻ്റെ ഡോറ് ഫിറ്റാണോ ലൂസാണോ എന്നെങ്ങനെ അറിയും? അതിനു വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. പുതിയ ഫ്രിഡ്ജ് ആകുമ്പോൾ ഡോറൊക്കെ നല്ല ഫിറ്റായിട്ടാണ് ഉണ്ടാവുന്നത്. അത് കുറേ നാൾ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെ ഗ്യാസ്കറ്റിന് ഇളക്കം തട്ടി അത് ലൂസായി പോകും. അങ്ങനെ ഗ്യാസ്കറ്റ് ലൂസായി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഡോറ് നന്നായിട്ട് ചേർന്നിരിക്കില്ല. അപ്പോൾ അതിലൂടെ ഒത്തിരി കറണ്ട് നഷ്ടപ്പെടും. തുറന്നിരിക്കുന്ന ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് അടച്ചതിന് ശേഷം അത് നല്ല ഫിറ്റാണോ എന്നറിയുന്നതിന് വേണ്ടി ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ഇതിനായിട്ട് ഞാനിവിടെ 20ൻ്റെ ഒരു നോട്ടാണ് എടുത്തിട്ടുള്ളത്. 20ൻ്റെയോ 10ൻ്റെയോ 50ൻ്റെയോ ഏതെടുത്താലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഷീറ്റ് പേപ്പർ എടുത്താലും മതി. ഈ നോട്ടിൻ്റെ പകുതി ഭാഗം ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ ഡോർ ഒന്ന് അടയ്ക്കാം. ഇതുപോലെ നോട്ടിൻ്റെ പകുതി ഭാഗം ഫ്രിഡ്ജിനകത്തും പകുതി ഭാഗം പുറത്തുമായിട്ടിരിക്കണം. ഇനി നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ ഡോർ ഒന്ന് ചേർത്ത് അടച്ചതിന് ശേഷം ഈ നോട്ടിൻ്റെ അറ്റത്ത് പിടിച്ചൊന്ന് വലിച്ചു നോക്കാം. ഫ്രിഡ്ജിൻ്റെ ഡോറ് നല്ല ഫിറ്റാണെങ്കിൽ നമ്മൾ ഈ നോട്ടിൽ പിടിച്ച് വലിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ മാത്രമേ ഊരിപ്പോരുകയുള്ളൂ. ഡോറ് ലൂസാണെങ്കിൽ നമ്മളതിൽ പിടിച്ച് വലിക്കുന്ന ആ സമയത്ത് തന്നെ അത് മുഴുവനോടെ ഇങ്ങോട്ട് ഊരിപ്പോരും. ഈ ഒരു ടിപ്പ് ചെയ്താൽ ഫ്രിഡ്ജിലൂടെ ഇങ്ങനെയുള്ള കറണ്ട് നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ഗ്യാസ്കറ്റിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടച്ചു വെച്ചാലും നമ്മുടെ ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ കൂടെയുള്ള കറണ്ട് നഷ്ടം കുറയ്ക്കാനുള്ള ഈ സിമ്പിൾ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രിഡ്ജിനകത്ത് ഫുഡ് ഐറ്റംസോ വെജിറ്റബിൾസോ ഒക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് കുത്തി നിറച്ച് വെക്കരുത്. നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ വേണം ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. അതുപോലെ തന്നെ ചൂടുള്ള ചോറോ കറിയോ ഒന്നും തന്നെ ഫ്രിഡ്ജിലേക്ക് നേരിട്ട് വയ്ക്കരുത്. അവ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ചൂടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ അത് തണുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ കറണ്ട് നഷ്ടം നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും.
ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് തുറക്കാറില്ലേ? പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം പോയി പച്ചമുളക് എടുത്തുകൊണ്ട് വരും, പിന്നെ പോയി ഇഞ്ചി എടുക്കും, പിന്നെ തക്കാളി എടുക്കും. അങ്ങനെ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്? എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുന്നത് കറണ്ട് നഷ്ടം ഉണ്ടാക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ? ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ കറണ്ട് ചാർജ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്താൽ കറണ്ട് ബില്ല് ഗണ്യമായി കുറയ്ക്കാമെന്ന് മാത്രമല്ല, നമ്മുടെ അടുക്കളയിലെ തിരക്കുള്ള ജോലികളും പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. നമുക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയെടുക്കാം. പച്ചമുളകിൻ്റെ ഞെട്ടടർത്തി കളഞ്ഞതിന് ശേഷം വേണം കഴുകിയെടുക്കാൻ. ഞെട്ടോട് കൂടി പച്ചമുളക് ഫ്രിഡ്ജിൽ വെച്ചാൽ പച്ചമുളകിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം പെട്ടെന്ന് തന്നെ അഴുകിപ്പോകും. പച്ചമുളകോ തക്കാളിയോ നാരങ്ങയോ അങ്ങനെ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം. ഇതുപോലുള്ള കുറച്ച് പേപ്പർ കപ്പുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കപ്പുകൾ ഇറക്കി വയ്ക്കാൻ തക്ക വലുപ്പത്തിലുള്ള ഒരു ബോക്സും ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യമായ കപ്പുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ബോക്സിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. കപ്പുകൾക്കുള്ളിലേക്ക് ഓരോ പീസ് ടിഷ്യൂ പേപ്പറും ഇട്ട് വയ്ക്കാം. ഇനി നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോ കപ്പിലേക്കും ഇട്ട് കൊടുക്കാം. ഒരാഴ്ചത്തേക്ക് ആവശ്യമായ കറിവേപ്പിലയും നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കാവുന്നതാണ് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം കപ്പിലും ബോക്സിലും ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. ഫ്രിഡ്ജിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കുമ്പോൾ ചെറിയൊരു നനവുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന നനവിനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒട്ടും തന്നെ കേടാവാതിരുന്നോളും. ഇനി ഈ ബോക്സ് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓടിപ്പോയി ഒറ്റത്തവണ ഫ്രിഡ്ജ് തുറന്ന് ഈ ബോക്സ് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതിയല്ലോ. അപ്പോൾ കറണ്ട് ബില്ല് ഗണ്യമായി കുറയ്ക്കാനുള്ള ഈ ടിപ്പ് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ചെയ്തു നോക്കണേ. മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. TV കണ്ടതിന് ശേഷം അതിൻ്റെ റിമോട്ടിൽ ഓഫ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത സമയത്ത് ഫാൻ ഓഫ് ചെയ്യാനും മറക്കരുത്. ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം ഒരുമിച്ച് അയൺ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പോഴുള്ള കറണ്ട് ബില്ലിൻ്റെ നേർപകുതി മാത്രമേ അടുത്ത മാസം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്